ഉച്ചക്കത്തെ ചോറിനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ കുക്കറിലാണ് ഇന്ന് ചോറ് വെക്കുന്നത്. കുക്കറിലാകുമ്പോൾ എളുപ്പം. കരിയില്ല, പുകയില്ല, നമുക്ക് പെട്ടെന്ന് ചോറ് റെഡി. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ പിടിച്ച് ആ ഒരു മുട്ടില്ലേ സ്ക്രൂ ഉള്ള അതിന് താഴെ നിൽക്കണം വെള്ളം. അരിയൊക്കെ എടുത്ത് കുതിരാൻ വെച്ചു. അതിന് ശേഷം ഞാൻ കാബേജ് തോരൻ വെക്കാൻ, ഈ കത്തി ഓൺലൈനിൽ മേടിച്ചാണ്. അടിപൊളി കത്തിയാണ്, നല്ല മൂർച്ചയാണ്. കാബേജ് തീരെ പൊടിയായിട്ട് അരിയുന്ന ഇവിടെ ഇഷ്ടമല്ല ആർക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലിപ്പത്തിൽ തന്നെ അരിയുന്നത്. അരി കുതിർത്ത് വെച്ചായിരുന്നു ഞാൻ. അത് കഴുകി എടുത്തുനിന്ന് അരി ഇട്ടേക്കാം. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എളുപ്പമായെങ്കിലേ നമുക്കത്രയും ഫ്രീ ആവാമല്ലോ. അങ്ങനെ ഞാൻ അരിയെല്ലാം ഇട്ട് കാബേജിനെല്ലാം അരിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കടുക് വറുത്തിട്ട് കൊടുത്ത്. കാബേജ് അങ്ങനെ മേടിക്കാറില്ല, എന്നാലും വല്ലപ്പോഴും ഒക്കെ മേടിക്കും. അങ്ങനെ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് എല്ലാം സെറ്റാക്കി. എല്ലാം കാബേജ് അങ്ങനെ റെഡിയായി. കാബേജ് അവിടെ നിന്ന് വേവട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈന്തപ്പഴം കഴിക്കുന്നുണ്ട്. കാരണം നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് നമുക്കും വിശക്കുമല്ലോ. അന്നേരം എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞ് എനിക്ക് ചിക്കൻ കറി വെക്കാനുണ്ട്. അതിന് ഞാൻ സവോള പൊളിക്കുകയാണ്. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം സവോള പൊളിക്കുന്നത്. കണ്ണ് നീറിയിട്ട് വയ്യായിരിക്കും. അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം. അങ്ങനെ എൻ്റെ കാബേജ് തോരൻ ഒരു സൈഡിലെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അടുത്ത പരിപാടി, കുറച്ച് വെള്ളം കുടിക്കാം. ഇങ്ങനത്തെ ഒരു കുപ്പിയിലാണെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നും. അടുക്കളയിൽ വെള്ളമുണ്ട്, എന്നാലും നമുക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോഴേ ഒരു ഇൻട്രസ്റ്റ്. അതും കഴിഞ്ഞ് ഞാൻ അടുത്ത സവോള എല്ലാം അരിഞ്ഞ് വെക്കാൻ പോവുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കുന്ന അതിനെക്കാട്ടിലും ഒരു ബുദ്ധിമുട്ടുള്ളൂ. എന്നും വിചാരിക്കും കുറച്ച് പൊളിച്ച് ഫ്രിഡ്ജിൽ വെക്കണം, ഒക്കെ ഞായറാഴ്ചയൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാൽ എളുപ്പമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അന്നേരം മടിയാകും. അത് വിചാരിക്കും പിന്നായിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കറക്റ്റ് ടൈമിനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എടുത്തു കഴിഞ്ഞ് എന്നാൽ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പാത്രം എല്ലാം വെച്ച് എല്ലാം സെറ്റാക്കി. ഞാൻ ഇങ്ങനത്തെ ഒരു ഭരണിയിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നത്, എന്നാലും എളുപ്പമല്ലേ. ഇതങ്ങനെ ഓരോ സ്പൂൺ അങ്ങ് എടുത്തൊഴിക്കാമല്ലോ. വെളിച്ചെണ്ണയല്ല, ഞാൻ നല്ല ഓയിലാണ് ഉപയോഗിക്കുന്നത്. സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരുപാടൊന്നും വഴറ്റൊന്നും വരണ്ട. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് വഴണ്ടാൽ മതി. ഇപ്പം എല്ലാം വെറൈറ്റി ആയിട്ട് അങ്ങ് ചെയ്യുമല്ലേ എളുപ്പം. എന്നിട്ട് ഞാനും ഇപ്പം എളുപ്പം നോക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊടി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുന്നു. ഇതിന് ശേഷം പൊടി ഒന്ന് മൂത്തതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തത്. ഈ ഡപ്പ അടിപൊളി സൂപ്പറാണ്. നമ്മൾ ഓരോ ടിന്നിങ്ങനെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ചാകുമ്പോൾ. അങ്ങനെ പൊടിയെല്ലാം മൂത്തതിന് ശേഷം ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുവാണേ. ചിക്കൻ ഏകദേശം റെഡി. അതിൻ്റെ സൈഡിലെല്ലാം ഇത്രയും ആയെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ ഇത്രയും പാത്രം കഴുകണം. പാത്രം കൂടെ കഴുകി കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണികളെല്ലാം തീർന്നു. പിന്നെ എനിക്ക് ഊണ് കഴിച്ചാൽ മതി. ഇതാണ് എൻ്റെ ഊണ്. ഓക്കെ, ടാറ്റാ.